നിൻ സർവനന്മകൾക്കായി ഞാനെന്തു ചെയ്യേണ്ടു യേശുപര, ഇപ്പോൾ എന്തു ചെയ്യേണ്ടു നിനക്ക് യേശുപര. ആമേൻ. കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നിങ്ങളെല്ലാവരോടും കൂടെ ഇന്ന് ഒരുമിച്ച് കർത്താവിനെ ആരാധിപ്പാൻ എനിക്കും കർത്താവ് കൃപ ചെയ്തത് ഓർത്തത് ഇത് സ്തുതിക്കുന്നു. ഈ ആഴ്ച വളരെ അനുഗ്രഹിക്കപ്പെട്ട ആഴ്ചകളായി മാറിയിരിക്കുന്നു. വളരെ സന്തോഷമുള്ള ഉത്സാഹമുള്ള ആഴ്ചകളായി തീർന്നോർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. കർത്താവിന് എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ ഈ പാട്ട് പാടാൻ കാരണം സാധാരണ നമ്മൾ പെൺകൊച്ചുങ്ങളെ ഇറക്കി വിടാൻ നേരത്തും വീടിൻ്റെ പ്രതിഷ്ഠാ സമയത്തുമൊക്കെയാണ് നാട്ടിലെ ഡെഡിക്കേറ്റഡായിട്ട് ഈ പാട്ട് പാടുന്നത്. പക്ഷേ ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്ന വചനത്തോടുള്ള ബന്ധത്തിൽ വളരെ അർത്ഥവത്തായ ഒരു വരിയാണത്. അതുകൊണ്ട് ഒരുപക്ഷെ ഇനിയും ഈ വരികൾ പാടിയെന്നിരിക്കും. നിങ്ങൾ ഒരുമിച്ച് ചേർന്ന് നമുക്ക് ഒരുമിച്ച് മൂവ് ചെയ്യാൻ കർത്താവ് കൃപ നൽകട്ടെ. കഴിഞ്ഞ ദിവസങ്ങളിൽ ലാഡർ കോവേണി എന്നൊരു വിഷയത്തെക്കുറിച്ച് ഞാൻ സംസാരിച്ചു വരികയാണ്. നമുക്കറിയാം, യാക്കോബ് എന്ന് പറയുന്ന ഇസ്രായേൽ മക്കളുടെ പിതാക്കന്മാരിൽ ഒരുവനായ യാക്കോവ് എന്ന ഇസ്രായേൽ മക്കൾ വിളിക്കുന്ന പിതാവാണ് ബെഥേൽ എന്ന് താൻ പേരിട്ട സ്ഥലത്ത് സ്വർഗത്തിൽ നിന്ന് ഭൂമിയും സ്വർഗവുമായി കണക്ട് ചെയ്യുന്ന, ഭൂമിയിൽ നിന്ന് സ്വർഗം വരെ ഉയർന്നു നിൽക്കുന്ന ഒരു കോവേണി കണ്ടത്. അതേ കാര്യം യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ അവസാനത്തെ വാക്യത്തിൽ യേശു കർത്താവ് ഉദ്ധരിച്ചു പറയുകയാണ്, നഥനയേലേ, നീ ഞാൻ പറഞ്ഞ ഒരു കാര്യം കേട്ടിട്ട് ഇത്ര അത്ഭുതപ്പെടുന്നുവോ? എന്നാൽ നീ ഇതിനേക്കാൾ വലിയത് കാണുവാൻ പോവുകയാണ്. എന്താണ് വലിയത് എന്ന് യേശു തന്നെ ഇവിടെ പറയുന്നുണ്ട്. യേശു പറയുന്നു, മനുഷ്യപുത്രൻ്റെ അടിയിൽ ദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നത് നീ കാണുവാൻ പോവുകയാണ്. ആമേൻ. അപ്പോൾ പ്രവചനത്തെക്കാളും മറ്റുള്ള എന്ത് ശുശ്രൂഷയെക്കാളും മറ്റുള്ള എന്ത് ദൈവിക അനുഭവങ്ങളെക്കാളും ഏറ്റവും വലുതാണ് ഭൂമിയെ സ്വർഗവുമായി ബന്ധിപ്പിക്കുന്ന കോവേണിയിൽ നീ ആയിരിക്കുക എന്നുള്ളത്. ആമേൻ. അല്ലെങ്കിൽ സ്വർഗവുമായി നീ കണക്റ്റഡ് ആകുക എന്നുള്ളത് നിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യമാണ്. പ്രൈസ് ഗോഡ്. ആ കണക്ഷന് വേണ്ടിയാണ് ദൈവം യാക്കോബിനെ ബെഥേലിലേക്ക് അയച്ചത്, അല്ലെങ്കിൽ അബ്രഹാമിനെ ബെഥേലിലേക്ക് അയച്ചത്. വിഗ്രഹങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് വിഗ്രഹങ്ങൾ ഉണ്ടാക്കുകയും വിൽക്കുകയും വാങ്ങുകയും എക്സ്പോർട്ടിങ് ഇമ്പോർട്ടിങ് ബിസിനസ്സൊക്കെ ഉണ്ടായിരുന്ന അബ്രഹാമിനെ കർത്താവ് വിളിച്ചിട്ട് ബെഥേലിലേക്കാണ് അയച്ചത്. കനാൻ നാട്ടിലേക്ക് അയച്ചു എന്ന് നമ്മൾ പറയുന്നുവെങ്കിൽ അവിടെ ബെഥേലിലാണ് അബ്രഹാം എത്തിയത്. സോ എല്ലാവർക്കും ബെഥേലിലേക്കൊരു യാത്രയുണ്ട്. ബെഥേൽ എന്ന വാക്കിൻ്റെ അർത്ഥം ദൈവത്തിൻ്റെ ഗൃഹം, ദൈവത്തിൻ്റെ ഭവനമെന്നാണ്. അപ്പോൾ ദൈവഭവനത്തിലേക്ക് എന്തിനാണ് നമ്മൾ യാത്ര ചെയ്യേണ്ടത്? നമ്മൾ വാസ്തവത്തിൽ ദൈവഭവനത്തിൽ നിന്ന് വന്നവരാണ്. പ്രൈസ് ഗോഡ്. ദൈവത്തിൻ്റെ ഹൃദയത്തിൽ നിന്ന് വന്നവരാണ്. അതിനാൽ ആ ദൈവഹൃദയത്തിന് വെളിയിലാകുവാൻ ദൈവം ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. സ്തോത്രം. അബ്രഹാം ദൈവകൃപയിൽ നിന്ന് വീണുപോയപ്പോൾ, തേജസ്സിൽ നിന്ന് തൻ്റെ മാറ്റം സംഭവിച്ചപ്പോൾ ഏറ്റവും അധികം ദുഃഖിച്ചത് ദൈവപിതാവാണ്. സ്തോത്രം. ആ അബ്രഹാമ്യ സന്തതികളുടെ റീസ്റ്റോറേഷൻ എങ്ങനെയും കർത്താവ് സ്തോത്രം നടത്തിയെടുക്കണമെന്ന് ആഗ്രഹിച്ചു. അതിനെന്ത് വിലയും കൊടുക്കുവാൻ സ്വർഗം തയ്യാറായി. ഏറ്റവും ഒടുവിൽ ദൈവത്തിൻ്റെ പദ്ധതി പോലെ ഏറ്റവും വലിയ വില കൊടുത്ത്, തന്നെ ഏറ്റവും അധികം സ്നേഹിക്കുന്നവനെ തന്നെ കൊടുത്ത്, അവൻ്റെ അവസാനത്തുള്ളി രക്തവും കൊടുത്ത് നമ്മളെ വിലയ്ക്ക് വാങ്ങിയെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. സ്തോത്രം. ആ ചരിത്രത്തിൻ്റെ ചില ഭാഗങ്ങളാണ് ഇന്ന് ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. ആമേൻ. ഫിലിപ്പ് ലേഖനം, അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പിയർക്ക് എഴുതിയ കത്തിൻ്റെ 2-ാമത്തെ അധ്യായം, അതിൻ്റെ 1-ാമത്തെ വാക്യം മുതൽ തന്നെ വായിക്കാം. 6-ാമത്തെ വാക്യം മുതലാണ് നമ്മൾ ഇന്ന് പകൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതെങ്കിൽ 1 മുതൽ വായിച്ചാൽ. ആത്മാവിന്റെ വല്ല കൂട്ടായ്മയും ഉണ്ടെങ്കിൽ, വല്ല ആർദ്രതയും മനസ്സലിവും ഉണ്ടെങ്കിൽ, നിങ്ങൾ ഏക മനസ്സുള്ളവരായി ഏകസ്നേഹം പൂട്ട് ഐക്യമത്യപ്പെട്ട് ഏകഭാവമുള്ളവരായി ഇങ്ങനെ എൻ്റെ സന്തോഷം പൂർണ്ണമാക്കുവിൻ.
സദൃശ്യവാക്യങ്ങൾ എഴുതിയ ശലോമോൻ സഭാപ്രസംഗിൽ അവസാനം പറഞ്ഞ പോലെ എല്ലാറ്റിൻ്റെയും സാരം ഇതാണ് എന്നതുപോലെയാണ് പറഞ്ഞു വരുന്നത്. എല്ലാറ്റിൻ്റെയും രത്നച്ചുരുക്കം കേൾക്കുക, എല്ലാത്തിൻ്റെയും സാരം കേൾക്കുക എന്നതുപോലെയാണ് പറയുന്നത്. വല്ല പ്രബോധനവും ഉണ്ടെങ്കിൽ, വല്ല ആർദ്രതയും ദയയും കരുണയും ക്ഷമയും ഉണ്ടെങ്കിൽ ഇതാണത്. വായിച്ചോളൂ. ശാഠ്യത്താലോ ദുരഭിമാനത്താലോ ഒന്നും ചെയ്യാതെ താഴ്മയോടെ ഓരോരുത്തൻ മറ്റുള്ളവനെ തന്നേക്കാൾ ശ്രേഷ്ഠനെന്ന് എണ്ണിക്കൊള്ളുവീൻ. ഓരോരുത്തൻ സ്വന്തം ഗുണമല്ല മറ്റുള്ളവന്റെ ഗുണവും കൂടെ നോക്കണം. ക്രിസ്തുവേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. അതിതാണ് ക്രിസ്തുവേശുവിലുള്ള ഭാവം. എന്താണോ അതാണ് നമ്മൾ ഉണ്ടാകേണ്ടത്. ക്രിസ്തുവേശുവിലുള്ള ഭാവം നമ്മൾ ഉണ്ടാതിരിക്കാനാണ് നമ്മുടെ ചുറ്റുപാടുമുള്ള സകല ശക്തികളും ശ്രമിക്കുന്നത്. പ്രൈസ് ഗോഡ്. നമ്മൾ ന്യായമായി ചെയ്യുമ്പോൾ നമുക്ക് അന്യായം സംഭവിക്കുന്നു. നമുക്ക് അന്യായം സംഭവിച്ചിട്ട് നമ്മളൊരു അന്യായം ചെയ്യുമ്പോൾ അത് കോടതിയാകുന്നു. നമുക്കൊരു അന്യായം ചെയ്യാൻ പാടില്ല, നമുക്ക് ന്യായമായത് സംഭവിക്കുന്നുമില്ല. പ്രൈസ് ഗോഡ്. ആമേൻ. നമുക്ക് വിരോധമായി ശക്തികൾ നിൽക്കുന്ന നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. എന്നാൽ നമ്മൾ ആർക്കും വിരോധമാകാൻ പാടില്ല. സ്തോത്രം. നമ്മൾ ന്യായമായി ചെയ്ത് നീങ്ങുമ്പോൾ നമുക്ക് ന്യായമായി ലഭിക്കുക എന്നുള്ളത് ന്യായമാണ്. എന്നാൽ നമുക്ക് സംഭവിക്കുന്നത് എന്താണ്? അന്യായമാണ്. എന്നാൽ അവിടെ നമ്മൾ ക്രിസ്തുവിൻ്റെ ഭാവം എന്താണോ അതിനനുസരിച്ച് നിൽക്കുവാനാണ് കർത്താവ് പറയും. എന്താണ് ക്രിസ്തുവിൻ്റെ ഭാവം? എവിടെയാണോ നിനക്ക് പ്രതികൂലമുണ്ടാകുന്നത് അവിടെ നീ ദൈവത്തിൻ്റെ പക്ഷത്താകുക. പ്രൈസ് ഗോഡ്. കർത്താവ്, എൻ്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം എന്നിൽ നടക്കുമാറാകട്ടെ. ആമേൻ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. നമ്മൾ കർത്താവിൻ്റെ ശുശ്രൂഷയിലേക്ക് ഇറങ്ങുമ്പോൾ നമ്മുടെ സന്തോഷപൂർവ്വം കുടുംബം ഇവിടെ ഇരിപ്പുണ്ട്. അവർക്കറിയാം കഴിഞ്ഞ 1 വർഷം മുമ്പ് ഉണ്ടായിരുന്ന ജീവിതമല്ല ഇപ്പോൾ, ഇല്ലയോ? ഇപ്പോൾ വാക്കിലൊക്കെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു, ആക്ഷനിൽ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ബ്രൈറ്റൺ ചർച്ചിൻ്റെ ശുശ്രൂഷകരാണ്. അപ്പോൾ ആ ഒരു പദവിയിലേക്ക് വന്നതിനാൽ പല കാര്യങ്ങളിൽ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. താല്പര്യം കൊണ്ട് അല്ലെങ്കിലും ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഒരു വിശ്വാസി ജീവിക്കുന്ന പോലെ ഒരു ശിഷ്യന് ജീവിക്കാൻ ഒക്കത്തില്ല. ഒരു ശിഷ്യൻ പോകുന്നത് പോലെ ഒരു അപ്പോസ്തലന് പോകാൻ ഒക്കത്തില്ല. കാര്യങ്ങൾക്ക് മാറ്റമുണ്ട്. പ്രൈസ് ഗോഡ്. അവിടെ സഹിക്കേണ്ടത് ഒതുക്കേണ്ടത് നമ്മളാണ്. അപ്പോൾ അതാണ് ക്രിസ്തുവിൻ്റെ ഭാവം എന്ന് നിങ്ങൾക്ക് വെളിപ്പെടുവാൻ പോവുകയാണ്. ആർക്കെങ്കിലും സംശയമുണ്ട്? വായിച്ചാട്ടെ. അവൻ ദൈവരൂപത്തിലിരിക്കെ ക്രിസ്തുവിൻ്റെ ഭാവം എന്താണ്? ക്രിസ്തു ദൈവരൂപത്തിൽ ആയിരുന്നു. അർത്ഥാൽ ക്രിസ്തു ദൈവമായിരുന്നു. ഞാനൊരു ആമീനൊക്കെ പ്രതീക്ഷിച്ചു. ഒരു രാഷ്ട്രീയ പ്രസംഗമൊന്നും അല്ലല്ലോ. ഞാൻ ലേബറിനെയോ ഡെമോക്രാറ്റിനെയോ ലിബ്ഡമിനെയോ കൺസർവേറ്ററിയോ ഒന്നും അല്ലല്ലോ പുകഴ്ത്തുന്നത്, യേശുവിനെ അല്ലേ. അപ്പം മനസ്സിലാകുന്നവരുടെ സ്വതന്ത്രമൊക്കെ പറയാം ന്യായമായി. ആമേൻ. അപ്പം യേശു ആരായിരുന്നു? യേശു ക്രിസ്തു ആരായിരുന്നു? ക്രിസ്തു ആരായിരുന്നു? ക്രിസ്തു ഒരിക്കലും ദൈവമാകുകയല്ല. ക്രിസ്തുവിനെ ഒരിക്കലും നമ്മൾ ദൈവമാക്കുകയല്ല. ക്രിസ്തു ദൈവമായിരുന്നു. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞേ. ക്രിസ്തു ദൈവമാണെന്ന് വിശ്വസിക്കുന്ന നന്നായിട്ട് കർത്താവിനെ ഒന്ന് സ്തുതിച്ചേ. കുഞ്ഞാടേ വാഴ്ത്തുവിൻ, അവൻ ജീവൻ നൽകി വീണ്ടെടുത്തല്ലോ. ഓ കുഞ്ഞാടേ വാഴ്ത്തുവിൻ, അവൻ ജീവൻ നൽകി വീണ്ടെടുത്തല്ലോ. എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും, യേശു മാത്രം കർത്താവെന്ന്. എല്ലാ യേശു മാത്രം കർത്താവ്. യേശു ദൈവമാണ്. യേശു ദൈവമാണെന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞ ഒരാളാണ് ഇന്ത്യക്ക് അപ്പോസ്തലനായി വന്നത്. അദ്ദേഹം കൃപയാൽ കേരളത്തിൽ മലയാളിയുടെ അടുക്കലാണ് വന്നത്.
കർത്താവിൻ്റെ ശിഷ്യനാകുന്ന തോമസ് അപ്പോസ്തലൻ. അദ്ദേഹമാണ് ആദ്യമായിട്ട് യേശു കർത്താവിനെ ദൈവവും കർത്താവും എന്ന് വിളിച്ചത്. മേൻ പത്രോസ്, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു എന്ന് പറഞ്ഞു, ഉറപ്പാണ്, 2 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. എന്നാൽ നീ വാസ്തവത്തിൽ ദൈവമാണ്, കർത്താവാണെന്ന് പറഞ്ഞത് തോമസാണ്. ആ തോമസിനെയാണ് കർത്താവ് നമുക്ക് അപ്പോസ്തലനായി അയച്ചത്. അതുകൊണ്ട് യേശു കർത്താവിനെ ആരാധിപ്പാൻ ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നുള്ള ബോധ്യത്തിൽ നിൽക്കുക. സ്തോത്രം. യേശു ഭൂമിയിൽ വരും മുമ്പ്, യേശു എന്ന വാക്ക് പറയുന്നുണ്ട്, ക്ഷമിക്കുക, ക്രിസ്തു ഭൂമിയിൽ വരും മുമ്പ്, കാരണം അതിനെല്ലാം ഇഴകീറി പഠിക്കേണ്ടതായിട്ടുണ്ട്. യേശുവിൽ, ക്രിസ്തുവിൽ, യേശു ക്രിസ്തുവിൽ വ്യത്യാസമുണ്ട്. കാര്യങ്ങൾ മകനിൽ, പുത്രനിൽ ഒക്കെ വ്യത്യാസമുണ്ട്. സ്തോത്രം. ആ സ്റ്റേറ്റ്മെൻറ്റ്സിൽ, ആ വേർഡിങ്ങിൽ വ്യത്യാസമുണ്ട്. ക്രിസ്തു എന്ന വാക്കിൻ്റെ അർത്ഥം അഭിഷിക്തൻ, നിയോഗിക്കപ്പെട്ടവൻ. യേശു എന്ന വാക്കിൻ്റെ അർത്ഥം രക്ഷിതാവ്. യേശു ക്രിസ്തു എന്ന വാക്കിൻ്റെ അർത്ഥം അഭിഷിക്തനായ രക്ഷിതാവ്, രക്ഷിക്കുവാനായി അഭിഷേകം ചെയ്യപ്പെട്ടവൻ, നിയോഗിക്കപ്പെട്ടവൻ. സ്തോത്രം. അപ്പം ഈ വ്യക്തി ദൈവമായിരുന്നു, ദൈവമാണ്, ദൈവമായിരിക്കും എപ്പോഴും. അവൻ ദൈവരൂപം, ദൈവത്തിനൊരു രൂപമുണ്ടെങ്കിൽ അത് യേശുവാണ്, യേശു ക്രിസ്തുവാണ്. അവൻ ദൈവത്തിൻ്റെ ഇമേജിലാണ്, ദൈവത്തിൻ്റെ സ്വരൂപത്തിലാണ്. അസംഖ്യം ദൂതന്മാർ സൃഷ്ടിക്കപ്പെട്ട നാൾ മുതൽ വാഴ്ത്തപ്പെടുന്ന, ആരാധിക്കപ്പെടുന്ന, ആരാധനയ്ക്ക് യോഗ്യനാണ് ക്രിസ്തു. പ്രൈസ് ഗാഡ്. എങ്ങനെയാണ് യേശു ദൈവമാകുന്നത്? ഒരുപക്ഷെ പെന്തക്കോസ്തിലുള്ള ആരും അങ്ങനെ ചോദിച്ചെന്ന് വരത്തില്ല, ദൈവമക്കളായ ആരും അങ്ങനെ ചോദിച്ചെന്ന് വരത്തില്ല. എന്നാലും നിങ്ങൾ എന്ത് വിശ്വസിക്കുന്നു അത് നിങ്ങൾ അറിയണം. പിതാവ് ദൈവമാണ്, അത് മനസ്സിലാക്കാൻ കഴിയും. പക്ഷേ യേശു എങ്ങനെയാണ് ദൈവം? മറ്റു ചിലർ പറയുന്നു പരിശുദ്ധാത്മാവും ദൈവമാണെന്ന്. 3 ദൈവമാണോ? 3 ദൈവങ്ങളാണോ? ഈ 3 വ്യക്തിത്വങ്ങൾക്കും എങ്ങനെ ദൈവത്വം ഉണ്ടായി? വാസ്തവത്തിൽ വേദപുസ്തകം പഠിക്കുന്നത് സൂക്ഷ്മതയോട് പഠിച്ചാൽ പിതാവ് എന്ന് പറയുന്ന ദൈവ സ്വരൂപത്തിലെ, ദൈവബോധത്തിലെ വ്യക്തിത്വത്തിന് ദൈവമാണ് എന്ന പദവിയിലേക്ക് തന്നെ മനുഷ്യൻ മനസ്സിലാക്കുവാൻ ദൈവം എഴുതി വെച്ച അതേ ഗുണവിശേഷങ്ങൾ യേശു ക്രിസ്തുവിനും എഴുതി ചേർത്തിട്ടുണ്ട്. സ്തോത്രം. അതേ ഗുണം പരിശുദ്ധ റൂഹായ്ക്കും എഴുതി ചേർത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് പിതാവും പുത്രനും പരിശുദ്ധ റൂഹായും ദൈവമാണ് എന്ന് നമ്മൾ പറയുന്നത്. വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ. സ്തോത്രം. എന്നാൽ നിങ്ങൾ അറിയാൻ വേണ്ടി പറയാം, വേദപുസ്തകത്തിൽ ദൈവമെന്ന പദം എലോഹീം എന്ന ഒരു ഹിബ്രു വാക്കുകൊണ്ടാണ് സാധാരണഗതിയിൽ മനസ്സിലാക്കുന്നത്. യാഹുവേ എന്നൊരു പേര്, ഏൽ എന്നൊരു പദമൊക്കെ ഉണ്ട്, വേറെ ഒത്തിരി പദങ്ങളുണ്ട്. എന്നാൽ എലോഹീം എന്നൊരു പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എന്നാൽ ഈ എലോഹീം എന്ന പദം നമ്മൾ എബ്രായ ഭാഷയിൽ, ഹീബ്രു ലാംഗ്വേജിലേക്ക് പോയി പഠിച്ചാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ ഇസ്രയേലിൻ്റെ യഹോവയാകുന്ന, ഏലാകുന്ന ദൈവത്തിനു മാത്രമല്ല ഈ പദം കൊടുത്തിരിക്കുന്നത്. സകല ജാതീയ ദൈവങ്ങൾക്കും ഈ പദമാണ് കൊടുത്തിരിക്കുന്നത്. ഉദാഹരണമായിട്ട് പറഞ്ഞാൽ, ഏൽ എന്ന ദൈവം വെറുക്കുന്ന ബാൽ എന്ന ദൈവത്തിനും എലോഹീം എന്ന പദമാണ് കൊടുത്തിരിക്കുന്നത്. ഒരുപക്ഷെ ചിലർക്ക് ഇങ്ങനെ പുതിയ അറിവായിരിക്കും. അത് തെറ്റൊന്നുമല്ല. അതിൻ്റെ അർത്ഥം ആ പദം കൊണ്ട് അർത്ഥമാക്കുന്ന അതാണ്. ഇസ്രായേലിൻ്റെ ദൈവമെന്നും അർത്ഥമാക്കുന്നു, ജാതികളുടെ ദൈവമെന്നോ ദൈവങ്ങളെന്നോ അർത്ഥമാക്കുന്നു. ഉദാഹരണം പറഞ്ഞാൽ, ദൈവകൃപ എന്ന് പറയുമ്പോൾ നമ്മളെന്താ അർത്ഥമാക്കുന്നത്? നമ്മുടെ കർത്താവിൻ്റെ കൃപ അല്ലേ? അല്ലെ നമ്മൾ വിശ്വസിക്കുന്ന യഹോവ എന്ന ദൈവത്തിൻ്റെ കൃപ. റൈറ്റ്? ഇതേ കാര്യം നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്നൊരു ഹിന്ദു സ്നേഹിതനും പറയും. ആമേൻ. പരമേശ്വർ കി കൃപ ഹൈ എന്ന് അദ്ദേഹം പറയുമ്പോൾ അദ്ദേഹം ആരെയാണോ പരമേശ്വരൻ ഉദ്ദേശിക്കുന്ന അദ്ദേഹത്തിൻ്റെ കൃപയുടെ കാര്യം പുള്ളി പറയുന്നത്. ആമേൻ. ഇടുന്നുണ്ടോ? അപ്പോൾ നമ്മൾ ആ ദൈവം എന്ന പദത്തെ ഡിഫൈൻ ചെയ്യേണ്ടിയിരിക്കുന്നു. എന്നതുപോലെ ഹീബ്രു ലാംഗ്വേജിൽ എലോഹീം എന്ന പദത്തെ ഡിഫൈൻ ചെയ്യേണ്ടിയിരിക്കുന്നു. അതിനെ ഡിഫൈൻ ചെയ്യാൻ നമുക്ക് ഇന്ന് സമയമില്ല. അല്പം കൂടി താഴ്ത്തി പറഞ്ഞാൽ, ഇസ്രയേലിൻ്റെ ദൈവം എന്ന
ദൈവത്തിന് കൊടുക്കുന്ന പേര് തന്നെ ജാതികളുടെ ദൈവത്തിനും ദൈവങ്ങൾക്കും അസ്ക്രൈബ് ചെയ്തിരിക്കുമ്പോൾ തന്നെ സ്വർഗത്തിലെ ദൈവപുത്രന്മാർ, ദൈവങ്ങളെന്ന് പ്രത്യേകം വിളിച്ചിട്ടില്ലെങ്കിലും ദൈവപുത്രന്മാർ എന്ന് വേദപുസ്തകം അസ്ക്രൈബ് ചെയ്തിരിക്കുന്ന കൂട്ടത്തിനും എലോഹീം എന്ന പദം ഉപയോഗിച്ചിട്ടുണ്ട്. കൺഫ്യൂഷനായോ? ഉദാഹരണമായിട്ട് യോഹന്നാൻ പുസ്തകത്തിലല്ലേ ഒരിക്കൽ ദൈവപുത്രന്മാർ ദൈവത്തിൻ്റെ സ്ഥലത്തിൽ നിൽപ്പാൻ ചെന്നു. അവിടെ ദൈവപുത്രന്മാർ എന്ന പദത്തിന് ഉപയോഗിച്ചിരിക്കുന്നത് ഒരു ശ്മശാന മൂകത. ഞാൻ വേദപുസ്തകത്തിനാണ് പഠിപ്പിക്കുന്നത്. നമ്മൾ അറിയാത്ത കാര്യങ്ങൾ അറിയുമ്പോൾ നമ്മുടെ വിശ്വാസം ചോർന്നു പോവുകയല്ല, വിശ്വാസം വർദ്ധിക്കും. അവിടെ കൊണ്ട് ഞാൻ നിർത്തത്തുള്ളൂ. അപ്പം ഇയ്യോബിൻ്റെ പുസ്തകത്തിലെ ദൈവപുത്രന്മാർ അവർ ദൈവങ്ങളാണോ? നമ്മൾ ആരാധിപ്പാൻ യോഗ്യരായ ദൈവങ്ങളാണെന്ന് വിശ്വസിക്കുന്നില്ല, ആണോ? ഏസോ നോയോ എന്തുവരും പറ. പക്ഷെ അവരെയും വേദപുസ്തകം ഹീബ്രു ലാംഗ്വേജിൽ വിളിച്ചിരിക്കുന്ന എലോഹീം എന്നാണ്. ഞാൻ ഒരു പടിയോട് താഴെ വന്നാൽ ഭൂമിയിലെ രാജാക്കന്മാർ, പ്രഭുക്കന്മാർ, ഉന്നത കുലജാതർ, ഉന്നത അധികാരികളെയും എബ്രായ ഭാഷയിൽ വിളിക്കുന്നത് എലോഹീംസ് എന്നാണ്. കണ്ടോ, ആ എലോഹീം എന്ന പദത്തിന് ഇങ്ങനെ വിവിധ നാനാർത്ഥങ്ങളുണ്ട്. അതിൻ്റെ അർത്ഥം ഇസ്രായേലിൻ്റെ ദൈവം അല്ലെന്നല്ല. നമ്മൾ വിളിക്കുന്ന യഹോവ എലോഹീം എന്ന ഒരു താണദൈവമാണെന്നുമല്ല. എലോഹം എന്ന പദത്തിന് അങ്ങ് സ്വർഗങ്ങൾ വസിക്കുന്ന നമ്മുടെ ദൈവത്തിൻ്റെ പേര് മുതൽ ഇങ്ങ് താണ ലോകത്തിൽ ജീവിക്കുന്ന മരിച്ചു പോകുന്ന മനുഷ്യർക്ക് വരെ പേര് ആ നാമം ഉച്ചരിക്കുന്നുണ്ട്. അത്രേ മാത്രമേ അർത്ഥമുള്ളൂ. അതിനാൽ വേദപുസ്തകത്തിൽ എവിടെയെങ്കിലും എലോഹീം എന്ന് കണ്ടാൽ, ദൈവം എന്ന് കണ്ടാൽ, നീ നിശ്ചയമായിട്ടും 2 പ്രാവശ്യം ഇനി ചിന്തിക്കണം ഇതാരെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഏറ്റവും നല്ല ഉദാഹരണം എനിക്ക് തോന്നുന്നു സാംസ് 82. നിങ്ങൾ പലരും ഇങ്ങനെ നിങ്ങളുടെ കണ്ണുകളൊക്കെ ഇങ്ങനെ പുറത്തു വരാൻ സാധ്യതയുണ്ടെന്ന് എനിക്ക് തോന്നുന്നത് കൊണ്ടാണ് ഈ വാക്യം എടുക്കുന്നത്, അല്ലെങ്കിൽ ഈ വാക്യം എടുക്കത്തില്ലായിരുന്നു. സങ്കീർത്തനം 82 ആണെന്ന് തോന്നുന്നു. എനിക്ക് വേണ്ടി 1 മിനിറ്റ് നിൽക്കണം, ഞാനിവിടെ നിന്ന് വന്നോട്ടെ. നമ്മളിത് പലവട്ടം ഈ ചർച്ചിൽ വായിച്ചിട്ടുള്ളതാണെങ്കിലും ചിലരെന്നെ നോക്കുന്നത് ഞാനതാണ്ട് 82-ന്റെ 1-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. അവൻ ദേവന്മാരുടെ ഇടയിൽ ന്യായം വിധിക്കുന്നു. കണ്ടോ, ദൈവം പറഞ്ഞേ ദൈവസഭയിൽ നിൽക്കുന്നു. വളരെ സിമ്പിൾ. മലയാളം ഗ്രാമർ അറിയാവുന്നവർക്ക്, എനിക്ക് മലയാളത്തിൻ്റെ ഗ്രാമർ ഒന്നും അറിയത്തില്ലെങ്കിലും, ദൈവസഭയിൽ. അപ്പോൾ ഒരാള് ഒരു കൂട്ടത്തിൻ്റെ നടുക്ക് നിൽക്കുന്നു. അത്ര മനസ്സിലായോ? എന്നിട്ട് പറയുക, ഈ ഒറ്റയ്ക്ക് നിൽക്കുന്ന ദൈവം കൂട്ടത്തിൽ നിൽക്കുന്ന ദൈവങ്ങളെ ന്യായം വിധിക്കുന്നു. അതാണല്ലോ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ആണോ? അപ്പൊ ന്യായം വിധിക്കപ്പെട്ട ദൈവങ്ങളാരാ? ന്യായം വിധിച്ച ദൈവമാരാ? ഏത് ദൈവങ്ങളുടെ സഭയാ കൂടിയത്? ഏത് ദൈവമാണ് ന്യായം വിധിച്ചത്? വല്ല പിടിയും കിട്ടിയോ? എൻ്റെ പൊന്നു പാസ്റ്റർ, ഇങ്ങനെയൊക്കെയാണ് ഞാൻ ഈ ദിവസം ഇതൊക്കെ വായിക്കണം. ചുമ്മാ അത് കൈകൊട്ടി പാടി പോകാനുള്ളവരല്ല. കാരണം ഇന്നത്തെ തലമുറ നമ്മളെക്കാട്ടിലും പുസ്തകം അറിയാവുന്ന മുസ്ലിങ്ങളും ഹിന്ദുക്കളും ഉണ്ട്. നമ്മളെക്കാളും പുസ്തകം അറിയാവുന്ന ഗെയും ലെസ്ബിയനുമുണ്ട്. അവരുടെ ചോദ്യങ്ങൾക്ക് മുമ്പിൽ അതെന്നെ ഞങ്ങളുടെ പാസ്റ്റർ പഠിപ്പിച്ചില്ല, അല്ലെ അന്ന് ഞാൻ ആബ്സെൻ്റ് ആയിരുന്നു പറഞ്ഞാൽ ഒന്നും അത് കാര്യം നടക്കത്തില്ല. അവർ സ്ട്രീറ്റിൽ നിർത്തി ചോദിക്കും. ഈ 3 ദൈവമെന്ന പദങ്ങൾക്കും എലോഹീം എന്ന ഒറ്റ പദമേ കൊടുത്തിട്ടുള്ളൂ. അതിൻ്റെ അർത്ഥം എന്തുവാ? ഞാൻ ഇതുവരെയും 15 മിനിറ്റ് പറഞ്ഞു മുഴുവൻ അതാണ്. ദൈവത്തിനും എലോഹീം, ദൈവങ്ങളുടെ സഭയ്ക്കും എലോഹീം, ന്യായം വിധിച്ച ദൈവത്തിന് എലോഹീം, ന്യായം വിധിക്കപ്പെട്ട ദൈവങ്ങൾക്കും എലോഹീം. പിടികിട്ടിയോ? അപ്പോൾ അവിടെ നിൽക്കാം. അപ്പോൾ ഈ ദൈവം എലോഹീം എന്ന ദൈവം, ഇനി എലോഹീം സിംഗുലറും പ്ലൂറലും ഉണ്ട് കേട്ടോ. ഒറ്റ വ്യക്തിക്കുമുണ്ട്, വ്യക്തിത്വങ്ങൾക്കുമുണ്ട്. ഒന്നിലധികം വ്യക്തികൾക്ക് ഇത് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ എലോഹീം ക്രിസ്തു ദൈവമായിരുന്നു. ദ മോസ്റ്റ് ഹയസ്റ്റ് ദൈവമായിരുന്നു. അപ്പം ക്രിസ്തു ഭൂമിയിൽ വന്ന ദൈവമാകാൻ വേണ്ടിയല്ല. അതൊന്ന് മനസ്സിലൊന്നാക്കി ഇത്രയും ആക്കിയാൽ മതി. യേശു ഭൂമിയിൽ അവതരിച്ചത് കൊണ്ടല്ല, വെളിപ്പെട്ടത് കൊണ്ടല്ല ദൈവമായത്. പ്ലീസ്, അമ്മ മറിയയിൽ ജനിച്ചത് കൊണ്ടല്ല ദൈവമായത്. ഞാനിത് പറഞ്ഞു തരുമ്പോൾ മനസ്സിലാവും. കാരണം ഈ അമ്മ മറിയെ
ദൈവത്തിൻ്റെ അമ്മയാക്കുന്നവരുണ്ട്. ടെക്നിക്കലി വളരെ റോങ് ആണ്. എന്ന് പറഞ്ഞാൽ അമ്മ പ്രസവിച്ചത് കൊണ്ടാണ് ഈ കുഞ്ഞുമോൻ എന്നത് റെഫ്യൂട്ട് ചെയ്യുവാണ് ഞാൻ. അല്ല, പിടികിട്ടിയോ? അമ്മ മറിയോട് നമുക്കൊരു വിരോധവുമില്ല. അമ്മ മറിയ വാഴ്ത്തപ്പെട്ടവളാണ്, വിശുദ്ധയാണ്, ആദരിക്കപ്പെടേണ്ടവളും ആദരിക്കപ്പെട്ടവളുമാണ് ദൈവത്താൽ. അതുമാത്രമല്ല, അതുപോലെ ഒരു ജന്മം വേറെയില്ല, ഒരു യുണീക്ക് ലൈഫാണ്. പക്ഷെ അമ്മ മറിയ ദൈവമല്ല. അമ്മ മറിയ ദൈവത്തെ ജനിപ്പിച്ചിട്ടുമില്ല. അത് പ്രൂവ് ചെയ്യാനാ പറഞ്ഞത്. യേശു താഴേക്ക് വരും മുമ്പേ ദൈവമായിരുന്നു. അതെവിടെ മനസ്സിലാകുന്നു? ഈ വാക്യത്തിൽ മനസ്സിലാകുന്നു. ഫിലിപ്പ് ലേഖനം 2-ാം അധ്യായത്തിൽ 7-ാം വാക്യത്തിൽ അവൻ ദൈവരൂപത്തിൽ ഇരിക്കുകയായിരുന്നു. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞ്. ആമേൻ. നമ്മൾ ഈ കർത്താവിനെ വാഴ്ത്തുന്നത് യേശുവേ ഞാൻ അങ്ങേ വാഴ്ത്തുന്നു എന്ന് പാടുമ്പോഴല്ല. അതെന്തുകൊണ്ടാണ്? യേശു ദൈവമാണ്. ക്രിസ്തു പണ്ടേ ദൈവമായിരുന്നു. ഉലക സ്ഥാപനത്തിന് മുമ്പേ ദൈവമായിരുന്നു. ഉലകത്തെ സ്ഥാപിച്ചവൻ അവനാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഇവിടെ UK ഒരു വലിയ പ്രീച്ചർ പ്രസംഗിക്കുന്നത് കേട്ടു. ആരാധിപ്പാൻ മനുഷ്യനില്ലെങ്കിൽ ദൈവമാകത്തില്ല. സത്യമായിട്ടും എൻ്റെ അടുക്കലെങ്ങാണ് പറഞ്ഞത്, ഞാൻ പിസ്റ്റൾ ഉണ്ടായിരുന്ന വെടിവെച്ച് കൊന്നേനെ അവനെ. ഇതിന് പുള്ളി പ്രൂവ് ചെയ്യുക, ഒരാൾ രാജാവാകുന്നത് രാജ്യമുള്ളത് കൊണ്ടും പ്രജകളുള്ളത് കൊണ്ടും. അത് പിന്നെ മനസ്സിലാക്കുക. ഉള്ള പ്രധാനമന്ത്രി ആകണമെങ്കിൽ എന്താ ഇവിടുത്തെ പ്രോബ്ലം എന്ന് മനസ്സിലായി. ഒരാൾ ദൈവമാകണമെങ്കിൽ ആരാധിക്കാൻ ആൾ വേണമെന്ന് പറയുമ്പോൾ പ്രശ്നം എന്തുവാ? എടാ, നീ ഭൗമികമായ കാര്യങ്ങളെ സ്വർഗീയമായ കാര്യങ്ങൾ കൊണ്ട് കമ്പയർ ചെയ്താൽ വല്ലതും നടക്കുന്ന കാര്യം വല്ലതുമാണ്. കർത്താവിൻ്റെ സ്വർഗീയ ശരീരം കല്ലറയ്ക്കകത്തുനിന്ന് കല്ലറ തുറക്കാതെ പുറത്തു വന്നെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം എന്താ? അടഞ്ഞിരിക്കുന്ന കഥകൾ അടഞ്ഞിരിക്കുമ്പോൾ തുറക്കാതെ പൂട്ടും താക്കോലും നോക്കാതെ യേശുവിന് അകത്തും പുറത്തും വരാൻ കഴിയും. പല പ്രാവശ്യം കഴിയുമോ ഇല്ലയോ? ആ ശരീരത്തെ ഭൗമിക ശരീരം കൊണ്ട് കമ്പയർ ചെയ്താൽ വല്ല പിടിയും കിട്ടുമോ? ആമേൻ. എടാ, ദൈവത്തിന് ദൈവമാകാൻ ദൈവത്തിൻ്റെ പ്രജകൾ ആവശ്യമായിരുന്നെങ്കിൽ പ്രജകൾ ഇല്ലാതിരുന്നൊരു കാലം ഉണ്ടായിരുന്നല്ലോ. സൃഷ്ടികൾ ഇല്ലാതിരുന്നൊരു കാലം ഉണ്ടായിരുന്നില്ലായിരുന്നോ? സ്വർഗവും സ്വർഗത്തിൽ കാണുന്നത് മുഴുവനും, ഭൂമിയിൽ കാണുന്നത് മുഴുവനും, കാണുന്നതും കാണപ്പെടാത്തതും, ഇപ്പോഴുള്ളതും വരുവാനുള്ളതും, പണ്ടേ ഉണ്ടായിരുന്നതുമായ സകലത്തിനെ സൃഷ്ടിച്ച ദൈവമാണെങ്കിൽ ഈ സൃഷ്ടിപ്പിന് മുമ്പ് ഇദ്ദേഹം ഉണ്ടായിരുന്നല്ലോ. അദ്ദേഹത്തെ ആരും ആരാധിച്ചിരുന്നില്ല, അദ്ദേഹത്തെ ആരും വാഴ്ത്തപ്പാടിയിരുന്നില്ല, അദ്ദേഹത്തെ കാണാനോ ഗ്രഹിപ്പാനോ മനസ്സിലാക്കാനോ ആരും ഉണ്ടായിരുന്നില്ല. എന്നാലും അദ്ദേഹത്തിന് ദൈവത്തിന് വല്ല പോറലും പറ്റുമോ? പ്രൈസ് ഗോഡ്, പ്രൈസ് ഗോഡ്. ഗോൾഡ് മനുഷ്യർ ചെന്ന് മണ്ണ് കുഴിച്ചെടുത്ത് തിളങ്ങുന്ന വസ്തു കൊണ്ട് അതുകൊണ്ട് ഉരുക്കി ഗോൾഡിൻ്റെ ഈയം കളഞ്ഞ് 28, 24, 22 ക്യാരറ്റാക്കി മാറ്റി. പക്ഷേ ഇത് മണ്ണിൽ കിടന്നപ്പോഴും സംഭവം എന്തുമായിരുന്നു? ഗ്ലോറി, ഹല്ലേലൂയ. ഒരു സൃഷ്ടിപ്പും പുറത്തു വരാതിരുന്നപ്പോഴും ദൈവം തന്നെയായിരുന്നു. അമ്മയുടെ ഉദരത്തിൽ ഉടുവാകുമ്പോഴും അതിനു മുമ്പേയും യേശു ക്രിസ്തു ദൈവമായിരുന്നു. അമ്മയുടെ കയ്യിൽ കിടന്ന് കളിക്കുമ്പോഴും കളിക്കാത്തപ്പോഴും യേശു കർത്താവ് ദൈവമായിരുന്നു. Ascribe every praises, ascribe every worship belongs to him. അവൻ അമ്മയിൽ ജനിച്ചത് കൊണ്ടല്ല, നീ രക്ഷിക്കപ്പെട്ടത് കൊണ്ടല്ല, നീ അവനെ ആരാധിക്കുന്നത് കൊണ്ടല്ല. നീ ആരാധിച്ചാലും ഇല്ലേലും അവൻ ആരാധ്യനാണ്, അവൻ ദൈവമാണ്, അവൻ ദൈവ രൂപത്തിലായിരുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എന്നാൽ പിതാവാം ദൈവം നിന്നെ സ്നേഹിച്ചത് കൊണ്ട്, എന്നെ സ്നേഹിച്ചത് കൊണ്ട് അവന് ദൈവസ്വരൂപത്തിൽ തുടർന്നിരിപ്പാൻ മനസ്സ് വന്നില്ല. അതാണ് അടുത്ത വാക്യം. അവൻ ദൈവരൂപത്തിലിരിക്കെ അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണം എന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി. തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. അതുകൊണ്ട് ദൈവവും അവനെ ഏറ്റവും ഉയർത്തി. ഓക്കെ,
ഈ അതുകൊണ്ട് ദൈവം അവനെ ഉയർത്തിയെന്നൊരു വാക്യം വരുന്നു എന്ന് എനിക്കറിയാം. അതുകൊണ്ട് ആദ്യമേ ഞാൻ അങ്ങ് സ്ഥാപിച്ചത് യേശു കർത്താവ് ദൈവമായിരുന്നു, ദൈവരൂപത്തിലായിരുന്നു. ദൈവത്തിൻ്റെ ഉള്ള സമത്വം അവൻ മുറുകെ പിടിച്ചിരുന്നു. അവൻ ദൈവത്തിൻ്റെ രൂപത്തിൽ, ദൈവത്തിൻ്റെ സമത്വത്തിൽ, ദൈവത്തിൻ്റെ സിംഹാസനത്തിൽ ദൈവത്തിന് ദൈവം എന്ത് ഗുണവിശേഷങ്ങൾ നൽകുന്നുവോ അത് മുഴുവനും തനിക്കുണ്ടായിരുന്നു. പ്രൈസ് ഗോഡ്. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും ആകാശങ്ങളും ഭൂമിയും സൃഷ്ടിച്ചു. സൃഷ്ടിപ്പിൻ്റെ തുടക്കത്തിൽ എലോഹീം ദൈവം ആകാശങ്ങളും ഭൂമിയും സൃഷ്ടിച്ചു. എന്നിട്ട് സൃഷ്ടിപ്പിൻ്റെ വിവരം എഴുതുകയാണ്. വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. ദൈവം സൃഷ്ടിച്ചത് കൽപ്പനകൾ മുഖേനയാണ്, വാക്കുകൾ മുഖേനയാണ്, ശബ്ദങ്ങൾ മുഖേനയാണ്. സ്തോത്രം. യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-ാം അധ്യായം പറയുന്നു, ആദിയിൽ ദൈവത്തിൻ്റെ ശബ്ദങ്ങൾ ഉണ്ടായിരുന്നു, ആദിയിൽ ദൈവത്തിൻ്റെ കൽപ്പനകൾ ഉണ്ടായിരുന്നു, ആദിയിൽ ദൈവം വായ തുറന്ന് സംസാരിക്കുവാൻ തുടങ്ങി. ആദിയിൽ വചനം ഉണ്ടായിരുന്നു, ആ വചനം ദൈവത്തോട് കൂടെയായിരുന്നു, ആ വചനം ദൈവമായിരുന്നു. പ്രൈസ് ഗോഡ്. അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണമെന്ന് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ശബ്ദം, ദൈവത്തിൻ്റെ ശ്വാസം, ദൈവത്തിൻ്റെ ലങ്സിലെ ശ്വാസം ശബ്ദമായി പുറത്തു വന്ന് ലോകത്തിൽ നമ്മൾ കാണുന്നവയും കാണാത്തവയുമായ സകലവും സൃഷ്ടിച്ചു. അവൻ മുഖാന്തരമല്ലാതെ, വചനം മുഖാന്തരമല്ലാതെ അവനൊന്നും സൃഷ്ടിച്ചതില്ല. ആമേൻ. പ്രൈസ് ഗോഡ്. ആ വചനം ഭൂമിയിലേക്ക് വന്നുകൊണ്ടിരുന്നു. ആ വചനം മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. അവനിൽ ജീവനുണ്ടായിരുന്നു. അവൻ സ്വന്തമായവയിലേക്ക് വന്നു, സ്വന്തമായവരവനെ കൈക്കൊണ്ടില്ല. യേശുവിനെ കുറിച്ചാണ് പറഞ്ഞത്. ആമേൻ. ആദിയിൽ ദൈവമായിരുന്ന ദൈവത്തിൻ്റെ മുഴുവൻ ഗുണങ്ങളും ലോകത്തിൽ വെളിപ്പെടുത്തിക്കൊണ്ടിരുന്ന വചനമാകുന്ന ദൈവം ദൈവത്തിൽ നിന്ന് സെറ്റപ്പാർട്ടായിട്ട് ദൈവസ്വരൂപം, ദൈവസമത്വം മുറുകെ പിടിക്കാതെ വേഷത്തിൽ മനുഷ്യനാകേണ്ടതിന് ദൈവവേഷം ഒഴിച്ചു കളഞ്ഞു. ആമേൻ. അല്ലാതെ യേശു കർത്താവ് ലോകത്തിൽ ക്രൂശിക്കപ്പെട്ടത് കൊണ്ടോ മരിച്ചത് കൊണ്ടോ അടക്കപ്പെട്ടത് കൊണ്ടോ അല്ല ദൈവമായത്. അവൻ അതിനു മുമ്പേ ദൈവമായിരുന്നു. പ്രൈസ് ഗോഡ്. യേശു കർത്താവിനെ കുറിച്ച് യെശയ്യാ പ്രവചനം 9-ാം അധ്യായത്തിലാണെന്ന് തോന്നുന്നു. നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു. ഒരു ശിശുവായി ഈ ദൈവം അമ്മ മറിയയിൽ ജനിച്ചു. ശരി. പക്ഷേ ഒരു മകനായി ലോകം സ്ഥാപിക്കപ്പെടും മുമ്പേ നമുക്ക് വേണ്ടി പിതാവ് വേർതിരിച്ച് നൽകിയിരുന്നു. ആമേൻ. പ്രൈസ് ഗോഡ്. ആ യേശു കർത്താവ് പിതാവാം ദൈവത്തിൻ്റെ രക്ഷണ്യ പദ്ധതി, മനുഷ്യരെ രക്ഷിക്കണം. നമ്മുടെ സ്വരൂപത്തിലും നമ്മുടെ സാദൃശ്യത്തിലും നാം സൃഷ്ടിച്ച മനുഷ്യർ പിശാചിൻ്റെ അടിമകളായി പോകാൻ പാടില്ല. ആ പ്രവൃത്തികൾ അവരെ ഉദ്ധരിക്കണം. അവർക്ക് ആരോഗ്യമുണ്ടാകണം, ദീർഘായുസ്സുണ്ടാകണം, സൗഖ്യമുണ്ടാകണം. പൈശാചിക പ്രവൃത്തികളുടെ ഫലത്തിൽ നിന്ന് അവരുടെ ആയുസ് കുറയാൻ പാടില്ല, ആരോഗ്യം കുറയാൻ പാടില്ല, സൗന്ദര്യം കുറയാൻ പാടില്ല. പ്രൈസ് ഗോഡ്. അവരെ തിരികെ നിത്യജീവനിലേക്ക്, നിത്യമായ ഇമ്പത്തിലേക്ക്, നിത്യമായ ആനന്ദത്തിലേക്ക്, സ്തോത്രം, അവരെ തിരികെ കൊണ്ടുപോരണം എന്ന് ചിന്തിച്ചൊരു മിഷൻ രൂപകൽപ്പന ചെയ്തു. ആ മിഷൻ ഏറ്റെടുക്കുവാൻ പിതാവാം ദൈവത്തിൻ്റെ വചനമാകുന്ന വാക്കാകുന്ന യേശു കർത്താവ് തീരുമാനിച്ചതിനെ കുറിച്ചാണ് നമ്മൾ വായിച്ചത്. പ്രൈസ് ഗോഡ്. നമുക്കറിയാം, ഈ അപ്പൻ മകൻ എന്നുള്ള ബന്ധം നമുക്കൊന്ന് ഗ്രഹിക്കാൻ വേണ്ടി പറയുന്നതാണ്. എന്നാൽ ലോകത്തിൽ പല രീതിയിലാണ്. ചില ജീവികൾ ഒന്നായിരിക്കവേ മുറിഞ്ഞ രണ്ടാകാറുണ്ട്. സ്തോത്രം. ചില ജീവികൾക്ക് മുറിഞ്ഞതിനെ കൂട്ടിച്ചേർന്ന് ഒന്നാകാനും കഴിയും. സ്തോത്രം. പിതാവാം ദൈവം യേശു ക്രിസ്തുവിനെ
ജനിപ്പിച്ചു എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കുന്ന അപ്പൻ മകൻ ബന്ധമല്ല. സ്തോത്രം. പിതാവാം ദൈവത്തിൻ്റെ രൂപം, പിതാവാം ദൈവത്തിൻ്റെ ഘടന, പിതാവാം ദൈവത്തിൻ്റെ സ്വരൂപം, പിതാവാം ദൈവത്തിൻ്റെ എല്ലാ എസൻസും പുത്രനിലുണ്ട്. അർത്ഥാൽ പിതാവ് തന്നെ ദേഹരൂപത്തിൽ പുത്രനായി എന്ന് നമ്മൾ വിശ്വസിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ചോദ്യം, ഉയരത്തിൽ പിതാവില്ലായിരുന്നു? ഉറപ്പായിട്ടും ഉണ്ടായിരുന്നു. എന്നാൽ ഞാൻ പറയുന്നത്, അപ്പൻ മകൻ എന്ന് പറയുമ്പോൾ മകൻ്റെ വേദന അപ്പനുണ്ടാകത്തില്ലല്ലോ, മകൻ്റെ ദുഃഖം വേണ്ട പോലെ അപ്പന് ആ ഒരു ബന്ധമല്ല, ഇത് മറ്റൊരു ബന്ധമാണ്. പിതാവ് തന്നെ നമ്മളെ സ്നേഹിപ്പാൻ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. സ്തോത്രം. ഗ്ലോറി, ഗ്ലോറി. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞേ. നമ്മുടെ വിഷയം എന്താ? യാക്കോബ് ഒരു കോവേണി കാണുകയാണ്. എങ്ങനെ സ്വർഗത്തിൽ നകന്നുപോയി മനുഷ്യനെ സ്വർഗത്തിലേക്ക് അടുപ്പിക്കാം. ആ കോവേണിയാണ് ഇപ്പോൾ ഉയരത്തിൽ നിന്ന് ദൈവത്വം എല്ലാം മാറ്റിവെച്ച്, ദൈവസമത്വം മാറ്റിവെച്ച്, ദൈവരൂപം മാറ്റിവെച്ച് ഭൂമിയിലേക്ക് മനുഷ്യനാകേണ്ടതിന് ഇറങ്ങി വരുന്നത്. ഗ്ലോറി, 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 ഗ്ലോറി. 40-ാം സങ്കീർത്തനം അതിൻ്റെ 6-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേട്ടെ. സങ്കീർത്തനങ്ങൾ 40. ഹനനയാഗവും ഭോജനയാഗവും നീ ഇച്ഛിച്ചില്ല. നീ എനിക്ക് തുറക്കപ്പെട്ട ചെവികൾ തുളയ്ക്കപ്പെട്ട ചെവികൾ തന്നിരിക്കുന്നു. ഹോമയാഗവും പാപയാഗവും നീ ചോദിച്ചില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതാ ഞാൻ വരുന്നു, പുസ്തകച്ചുരുളിൽ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നു. എൻ്റെ ദൈവമേ, നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ പ്രിയപ്പെടുന്നു. ഇത് അഭിഷിക്തനായ ദാവീദിന് പഴയ നിയമത്തിൽ, അദ്ദേഹമാണ് ആരാധനയിൽ പഴയ നിയമത്തിൽ വളരെ ഉയർന്നു നിൽക്കുന്ന ഒരു മനുഷ്യൻ, സ്തുതിയെക്കുറിച്ച് വളരെ ഡയസെക്റ്റ് ചെയ്ത് അനുഭവിച്ചൊരു മനുഷ്യനാണ്. സ്തോത്രത്തിൻ്റെ യാഗങ്ങളിൽ അന്ന് വരെ വെളിപ്പെടാത്ത, അതിപരിശുദ്ധ സ്ഥലത്ത് കയറുന്ന മഹാപുരോഹിതന് പോലും വെളിപ്പെടാത്ത കാര്യങ്ങൾ ഒരു പ്രാവശ്യം പോലും ആ സ്ഥലത്ത് കയറിയിട്ടില്ലാത്ത അഭിഷിക്തന് വെളിപ്പെട്ട് കിട്ടി. ഇത് ഭൗതിക തലങ്ങളൊന്നുമല്ല, ആത്മിക തലമാണെന്ന് എനിക്ക് മനസ്സിലായി. താൻ ആ ചാപ്റ്റേഴ്സ് തുടങ്ങുന്നത് എങ്ങനെയാണ്? ഞാൻ യഹോവയ്ക്കായി കാത്തുകാത്തിരുന്നു. എപ്പോഴാണിത് വെളിപ്പെടുന്നത്? വെറുതെ പുസ്തകം എടുത്തുനിന്ന് കറക്കി കുത്തി കർത്താവേ എന്തെങ്കിലും പറയണേ ഉടും, അങ്ങനെയല്ല വെളിപ്പെടുന്നത്. ഇത് 100 കണക്കിന് പ്രാവശ്യം റെഗുലറായി താല്പര്യത്തോടെ നഥനേലിനെ പോലെ അത്തിയുടെ കീഴിലിരുന്ന് പഠിക്കണം. ഗ്ലോറി, 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 ഗ്ലോറി. നീ ഒന്ന് പഠിച്ചു നോക്കിയേ. ഇപ്പോൾ ഒന്നും കിട്ടുന്നില്ല, പക്ഷെ കുറച്ച് കഴിയുമ്പോൾ കിട്ടും. അപ്പോൾ ദാവീദിൻ്റെ ഒരു അഭിഷേക മണ്ഡലം ശ്രദ്ധിച്ചേ. മഹാപുരോഹിതൻ ചെയ്യേണ്ട കാര്യം, പുരോഹിതന്മാർ ചെയ്യേണ്ട കാര്യം, ലേവ്യർ ചെയ്യേണ്ട കാര്യം. താൻ ലേവ്യ ഗോത്രത്തിലല്ല, യഹൂദ ഗോത്രത്തിലെ ആളാണ്. താൻ പഠിക്കുകയാണ്. എന്താണ്? തനിക്ക് ദൈവത്തോടുള്ളത് റിലീജിയസ് ബന്ധമല്ല, ഒരു ഇൻറ്റിമേറ്റ് റിലേഷനാണ്. സ്തോത്രം, 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 സ്തോത്രം. ഗ്ലോറി, 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 ഗ്ലോറി. ഹല്ലേലൂയ. അങ്ങനെ ഒരു ഇൻറ്റിമസി വരുമ്പോഴാണ് ദൈവം നിന്നെ ഹൃദയത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നത്. അപ്പോൾ ദാവീദ് പറയുകയാണ്, യഹോവയ്ക്കായി കാത്തുകാത്തിരുന്നു, അവൻ എങ്കിലേക്ക് ചാഞ്ഞ എൻ്റെ നിലവിളി കേട്ടു. ഞാനായിരുന്ന നാശകരമായ കുഴിയിൽ നിന്നും, ഞാൻ കിടന്നിരുന്ന കുഴഞ്ഞ ചേറ്റിൽ നിന്നും എൻ്റെ ദൈവം എന്നെ വിടുവിച്ചു. അടുത്തത്, അവൻ എന്നെ അവിടുന്ന് ഉയർത്തി, കാരണം എൻ്റെ കാലുകൾ ഇപ്പോൾ കുഴിഞ്ഞ ചേറ്റിലല്ല, പാറമേലാണ്, സ്ഥിരഗമനമാണ്. അടുത്തത് അപ്പൊ നോക്കൂ, ആർക്കാണ് പാടാൻ കഴിയുന്നത്? നീ കർത്താവിന് വേണ്ടി ആഗ്രഹിക്കണം. സ്തോത്രം. ആരോ ഒരു പാട്ട് എഴുതി, ബ്ലസ്സൻ മേമൻ ഒരു പാട്ട് എഴുതി, അല്ല അനിൽ അടൂർ ഒരു പാട്ട് എഴുതി. അത് പാടിയാൽ ആ സാന്നിധ്യം വരത്തില്ല. എന്താ കാര്യം? അവരൊക്കെ പോയ തീച്ചൂള, അവളുടെ ബാക്ക്ഗ്രൗണ്ട്, സ്തോത്രം, അവരനുഭവിച്ചത്, അതിൽ നിന്നവർക്കുണ്ടായ വെളിപ്പാട്, അത് ചുമ്മാ അതൊരു സ്കെയില് കറക്റ്റാന്ന് പറഞ്ഞാൽ സാധനം വരുമോ? ഹലോ, ആമേൻ. അഴലേറും ജീവിത മരുവിൽ എവിടെ അഴന്നിട്ടേ ഇല്ല, മരുഭൂമി എന്താണെന്ന് അറിയത്തുമില്ല.
പിന്നെ എങ്ങനെയാ ഈ പാട്ടിൻ്റെ അർത്ഥം വരുന്നത്? ഒന്ന് പൊടിയുണ്ടായോ? ഹൃദയം ഒന്ന് ഉടയുണ്ടായോ? അവരായിരുന്ന സ്ഥിതിയിലൊന്ന് വരണ്ടായോ? ഈ വെളിപ്പാടുകളുടെ ഖനം നീ അനുഭവിച്ച കഷ്ടതകളുടെ ഖനവുമായി ഒരുപോലെ ഇരിക്കും. എത്ര പേർക്ക് ആഗ്രഹമുണ്ട് പ്രവചനം പ്രവചിക്കാൻ? എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? ഇന്നലെയും പ്രവചനത്തെക്കുറിച്ച് നമ്മൾ കേട്ടില്ലേ? ഒരു കഷ്ണം പ്രവചനം മതി, ഒരു വാക്ക് പ്രവചനം മതി, ഒരു ക്രൗഡ് മുഴുവൻ എക്സൈറ്റഡ് ആകും. പക്ഷെ പ്രവചനം സമം കഷ്ടത എന്നാണ്. കഷ്ടത സഹിപ്പാൻ കഴിയുന്നവർക്ക് പ്രവചനാത്മാവ് ദൈവം കൊടുക്കൂ. സ്തോത്രം. ഗ്ലോറി 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 ഗ്ലോറി. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞേ. അപ്പൊ കഷ്ടത എന്ന് പറഞ്ഞാൽ എന്തുവാ? പട്ടിണിയും പൈതാഹവും നഗ്നതയും മാത്രമല്ല, ക്രിസ്തു നിമിത്തമുള്ള ഇല്ലായ്മകൾ. സ്തോത്രം സ്തോത്രം. ക്രിസ്തു നിമിത്തമുള്ള താഴ്ചകൾ, വചനം നിമിത്തമുള്ള പ്രതികൂലങ്ങൾ, അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിലാണ് വെളിപ്പാടുകൾ വരുന്നത്. ഇവിടെ നോക്കൂ, ഗമനം സ്ഥിരമായി പുതിയ പാട്ട് വന്നു. അപ്പോൾ പാട്ടും അങ്ങനെയാണ് വരുന്നത്. ദൈവത്തിൻ്റെ സ്തുതി തന്നെ, ഹല്ലേലൂയ തന്നെ. പലരും, ചുറ്റുമുള്ള പലരും ഇത് കണ്ട് എന്ത് സംഭവിക്കുന്നു? ഭയപ്പെട്ട യഹോവയിൽ കർത്താവിലേക്ക് വരും, രക്ഷയിലേക്ക് വരും. നമ്മൾ വല്ലതും പറയാറുണ്ട്, പാസ്റ്റർ ഇവാഞ്ചലിസം ഒന്നും നടക്കുന്നില്ല, സക്സസ്ഫുൾ അല്ല, ട്രാക്റ്റ് മേടിച്ചുകൊണ്ട് പോകുന്നുള്ള, ആരും വായിക്കുന്നില്ല, പരസ്യയോഗം കേൾക്കുന്നില്ല, ആരും ശ്രദ്ധിക്കുന്നില്ല, ഞാൻ വിളിച്ചിട്ട് ആരും വരുന്നില്ല. എന്താ കാര്യം? നിന്റെ ജീവിതം കണ്ട് നിന്റെ ജീവിതത്തിലെ ദൈവത്തെയാണ് അവർ ഭയപ്പെടേണ്ടത്. ഗ്ലോറി. അടുത്തത് 4-ാം വാക്യം. യഹോവയെ തൻ്റെ ആശ്രയമാക്കിക്കൊള്ളുകയും നിഗളികളെയും വ്യാജത്തിലേക്ക് തിരിയുന്നവരെയും ആദരിക്കാതിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ. അപ്പം രണ്ട് സൈഡിലും വെളിപ്പാടുണ്ടാവുകയാണ്. എൻ്റെ ദൈവമായ യഹോവേ, നീ ചെയ്ത അത്ഭുത പ്രവൃത്തികളും ഞങ്ങൾക്ക് വേണ്ടിയുള്ള നിന്റെ വിചാരങ്ങൾ വളരെയാകുന്നു. നിന്നോട് തുല്യനാരുമില്ല, നിന്നോട് സദൃശ്യനാരുമില്ല. ഞാനവയെ വിവരിച്ച് പ്രസ്താവിക്കുമായിരുന്നു, എന്നാൽ അവ എണ്ണിക്കൂടാതെ വണ്ണം അധികമാകുന്നു. വെളിപ്പാടുകൾ വർദ്ധിച്ച് വർദ്ധിച്ച് വരിക. അടുത്തത്, ഹനനയാഗം നീ ഇച്ഛിച്ചില്ല. എന്നെ വെളിപ്പാടാ ദാവീദേ. രാവിലെയും വൈകിട്ടും നിരന്തരമായി നിർത്താതെയുള്ള യാഗങ്ങൾ നടക്കണം. അതിന് മീതെ ഹനനയാഗം, ഭോജനയാഗം, സമാധാനയാഗം, യാഗങ്ങളുടെ പെരുമഴയാണ്. ദാവീദിന് കിട്ടിയ വെളിപ്പാട് എന്തുവാ? ഈ യാഗമല്ല വിഷയം, യാഗത്തിന് കൊണ്ടുവരുന്ന വസ്തു, മൃഗം, ഊനമാൽ ഉള്ളതല്ല എന്നുമല്ല വിഷയം. യാഗത്തിന് വസ്തുവിനെയും കൊണ്ടുവരുന്ന എൻ്റെയും നിൻ്റെ ഹൃദയമാണ് വിഷയം. ആമേൻ. സാങ്ച്വറി അല്ല വിഷയം, ആംബിയൻസ് അല്ല വിഷയം, തകർന്ന ഹൃദയമാണ് വിഷയം. ആമേൻ. അൾട്ടിമേറ്റ് റെവലേഷനാണ്. ഹനനയാഗം നീ ഇച്ഛിച്ചില്ല, ഭോജനയാഗം അതിൽ നീ പ്രസാദിച്ചതുമില്ല. അല്ലേ? വായിച്ചേ. ഹോമയാഗവും പാപയാഗവും നീ ചോദിച്ചില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതാ ഞാൻ വരുന്നു, പുസ്തകച്ചുരുളിൽ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നു. അപ്പൊ ചോദിച്ചില്ല. എങ്ങനെ ന്യായപ്രമാണത്തെ ലംഘിക്കാൻ ദാവീദിന് കഴിയുന്നു? ഡു എവർ കം അക്രോസ് ദാറ്റ് തോട്ട്സ്? കർത്താവ് ചോദിച്ചതല്ലേ? രാവിലെ വേണം, വൈകുന്നേരം വേണം, ഓരോരുത്തരും കൊണ്ടുവരണം. പ്രഭു വേറെ കൊണ്ടുവരണം, മഹാപുരോഹിതൻ വേറെ, പുരോഹിതൻ വേറെ, ലേവ്യൻ വേറെ, ഓരോ ഗോത്രവും വേറെ. കർത്താവ് പറഞ്ഞല്ലേ? അപ്പൊ കർത്താവ് അത് ഹൃദയത്തിൻ്റെ ഇച്ഛയോടെ ചെയ്തതല്ല. തൽക്കാലത്തേക്ക് അനുസരണം കെട്ടവരുടെ മേൽ ദൈവം ഒരുക്കിയ ഒരു താത്കാലിക ടെമ്പററി ഡെലിവറൻസ് ആണ് ഈ പഴനിമ മുഴുവനും. ഹല്ലേലൂയ പറഞ്ഞേ. ആമേൻ. അപ്പൊ ഹനനയാഗം നീ ഇച്ഛിച്ചയില്ല. അപ്പൊ ദൈവത്തിൻ്റെ ഇച്ഛകളിൽ ദാവീദ് കയറി, ദൈവത്തിൻ്റെ ഇഷ്ടങ്ങളിൽ ദാവീദ് കയറി. ദൈവത്തിൻ്റെ ഇഷ്ടങ്ങൾ ദാവീദിന് മനസ്സിലായി. ദൈവം പറഞ്ഞതൊന്ന്, ഹൃദയത്തിൻ്റെ ആഗ്രഹം ഒന്ന്. സ്തോത്രം 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 സ്തോത്രം. ഹല്ലേലൂയ. ദുഷ്ട, ഞാൻ നിന്നെ നശിപ്പിക്കും എന്ന് ഞാൻ അവനോട് പറയുമ്പോൾ നീ എന്നെ ഓർപ്പിക്കണം, അവന് വേണ്ടി പ്രാർത്ഥിക്കണം, അവൻ മനസ്സാന്തരപ്പെട്ട് ഞാൻ അവനെ വിടുവിക്കും. അപ്പൊ ആഗ്രഹം എന്തുവാ? ദുഷ്ടൻ വിടുവിക്കപ്പെടണം. പറഞ്ഞ എന്താ? ദുഷ്ട നീയെ. യോനയുടെ പ്രശ്നം ഇതായിരുന്നു.
യോനയ്ക്ക് കർത്താവ് ദൂത് കൊടുത്തയച്ചു. യോന പറഞ്ഞു, എൻ്റെ കർത്താവ് ഞാൻ പോകില്ല, കാരണം നീ ഭയങ്കര ഉദാര മനസ്കനാണ്. ഞാനിവിടെ ചെന്ന് വലിയ കോട്ട് സൂട്ടൊക്കെ ഇട്ട് പ്രവാചകൻ്റെ ഡ്രസ്സ് വിട്ട് അവിടെ ചെന്ന് റിപ്പീസ് വിട്ട് നല്ല പ്രസംഗം പ്രസംഗിക്കും, നിങ്ങൾ ചത്തു പോകുന്ന ഓടി നീ അവരെ രക്ഷിക്കും, എൻ്റെ കാര്യം പോക്കാം. എല്ലാ പ്രവാചകന്മാരും ദൈവത്തോട് പിണങ്ങുന്ന ഒരു ഏറിയ ഇതാ. പ്രവചിക്കാൻ പറയും, കർത്താവ് വേറൊന്ന് ചെയ്യും. എന്താ കാര്യം? അതിൻ്റെ ഇടയിൽ ഇവന് മാനസാന്തരം ഉണ്ടായാൽ ദൈവം ആഗ്രഹിച്ചാതാ. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞേ. ഞാനൊരു കാര്യം നിങ്ങൾ പറയാം. പ്രവചിക്കാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ട്, നിങ്ങൾ പ്രവചിക്കുന്ന ഒരാളാണെങ്കിൽ. മിക്ക ആൾക്കും പ്രവചിക്കാൻ ധൈര്യമില്ല. പ്രവചനമൊക്കെ എല്ലാവർക്കും വരാറുണ്ട്. എല്ലാവരും പ്രവാചകന്മാരാകണം ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ ഇതൊന്ന് എഴുന്നേറ്റ് പറയാനാണ് പ്രയാസം. പിന്നെ ഇപ്പോൾ പറയും, ശരിയോ കേട്ടോ, ഞാനും കണ്ടായിരുന്നു, ശരിയോ കേട്ടോ, എനിക്കൊന്ന് വന്നായിരുന്നു. പക്ഷേ ജീവൻ ആരോടും പറയത്തില്ല, വരുന്നതിന് മുമ്പേ പറയണം. പക്ഷേ അവിടെ ഒരു പ്രശ്നം എന്താ അറിയാമോ? മിക്ക പ്രവാചകന്മാരും പ്രവചനത്തെ ഓൺ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. എന്ന് പറഞ്ഞാൽ ഞാനല്ലേ പ്രവചിച്ചാൽ അത് നടക്കണം, ഞാൻ പ്രവചിച്ചിട്ട് നടന്നില്ലെങ്കിൽ അതെനിക്ക് ഭയങ്കര എൻ്റെ റേറ്റ് കുറയും, എന്നെ ആരും വിളിക്കത്തില്ല. എടാ കുഞ്ഞെ, പ്രവചനം നിൻ്റെ ആണോ? നിന്നെ അയച്ചവൻ്റെ അല്ലേ പ്രവചനം? നീ പോസ്റ്റ്മാനെ പോലെ അല്ല ഉള്ളോ? അതിനകത്ത് മണി ഓർഡർ ആണോ, ടെലഗ്രാമാണോ, മാപ്പേ കൂപ്പയാണോ, എന്തോ നിനക്കറിയാമോ? എടാ വെല്ലോൻ്റെ മെസ്സേജ് അല്ലേ, നീ കൊണ്ട് കൊടുക്കുന്നല്ല ഉള്ളോ. അതുകൊണ്ട് നീ വായ തുറന്ന് നന്നായിട്ട് അങ്ങോട്ട് വിളിച്ചു പറ. ഗ്ലോറി. നടന്ന ദൈവത്തിന് മഹത്വം, നടന്നില്ലെങ്കിലും ദൈവത്തിന് മഹത്വം. സ്തോത്രം, സ്തോത്രം. പ്രവാചകൻ ഒരു പോസ്റ്റ്മാനെ പോലെയാണ്. പ്രവാചകൻ ദൈവത്തിൻ്റെ വായ് മാത്രമാണ്. പ്രവാചകൻ ദൈവത്തിൻ്റെ ശബ്ദം മാത്രമാണ്. എടാ യെശയ്യാവ് പ്രവചിച്ചിട്ട് കർത്താവ് മാറ്റി പറയിപ്പിച്ചില്ലേ 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ? യെശയ്യാവേ, നീ മരിച്ചു പോകും, കാര്യം ഗ്രഹത്തിലാക്കും. അതിൻ്റെ മുഖത്ത് നോക്കിച്ച് പിന്നെ പോയി പറയടാ, ദൈവം പറയുന്നത് ഇപ്പോൾ 15 ദിവസം കൊണ്ട് കൂടെ കിട്ടുമെന്ന്. ഇത് രണ്ടും നടന്നില്ലെങ്കിലോ? സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അപ്പോൾ പ്രവാചകൻ ദൈവത്തിൻ്റെ മൗത്ത് പീസ് മാത്രമാണ്. ഇവിടെ ദാവീദ് മനസ്സിലാക്കുകയാണ്, ദൈവത്തിൻ്റെ ആഗ്രഹങ്ങളുടെ റലത്തിലെത്തി. അവൻ ഇച്ഛിച്ചില്ല, അവൻ ചോദിച്ചില്ല, പക്ഷെ അവൻ ഒരു കാര്യം മനസ്സിലായി. എന്താണെന്ന് വായിച്ചാട്ടെ. ഹനനയാഗം നീ ഇച്ഛിച്ചില്ല, ഭോജനയാഗം നീ ചോദിച്ചില്ല. എൻ്റെ ദൈവമേ, നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ പ്രിയപ്പെടുന്നു. ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ പ്രിയപ്പെടുന്നു. ദൈവത്തിൽ ത്വരപ്പെട്ട് നിൽക്കുന്ന, പറഞ്ഞാൽ ആഗ്രഹത്തിൻ്റെ ഉത്തമ ശൃംഖത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തിയുണ്ട്. ദൈവം ഒരു കാര്യം ആഗ്രഹിച്ചാൽ അത് ഞാൻ ചെയ്യും എന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ട് ദൈവത്തിൽ. സ്വതന്ത്രം, സ്വതന്ത്രം, സ്വതന്ത്രം. ഹല്ലേലൂയ. ദൈവത്തെ വഹിച്ചുകൊണ്ട് പോകുന്ന രഥചക്രങ്ങൾക്ക് 4 മുഖങ്ങളുണ്ടെന്ന്. ഒന്ന് കഴുകമുഖം, ഒന്ന് സിംഹമുഖം, ഒന്ന് കാളമുഖം, ഒന്ന് മനുഷ്യമുഖം. ഒന്നാം മനുഷ്യനെന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന ആദമിനെ ദൈവം നിർമ്മിക്കും മുമ്പ് ദൈവത്തിൻ്റെ രഥചക്രങ്ങളുടെ ഒരു മനുഷ്യനുണ്ട്. ആമേൻ, ആമേൻ. ആ മനുഷ്യന്റെ സ്വരൂപമാണ് ദൈവം ആദാമിന് കൊടുത്തത്. ഗ്ലോറി, ഗ്ലോറി, ഗ്ലോറി. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞേ. ആ മനുഷ്യൻ ദൈവത്തിൻ്റെ വിങ്ങലുകൾ, ദൈവത്തിൻ്റെ ആശകൾ, ദൈവത്തിൻ്റെ ദുഃഖങ്ങൾ, ദൈവത്തിൻ്റെ ഇച്ഛകൾ ഏറ്റവും ആദ്യം ഗ്രഹിക്കുന്ന വ്യക്തിത്വമാണ്. ആ വ്യക്തിയാകുവാൻ ഞാൻ പ്രിയപ്പെടുന്നെന്നാണ് ദാവീദ് പറഞ്ഞത്. ആമേൻ. നിനക്ക് പല ആഗ്രഹം കാണും. അപ്പോസ്തലനാകാൻ, പ്രവാചകനാകാൻ, സുവിശേഷകനാകാൻ, ഇടയനാകാൻ, ഉപദേഷ്ടാവാകാൻ. എന്നാൽ അതിനേക്കാൾ ഉപരി നീ ദൈവത്തിൻ്റെ ഇഷ്ടപുത്രനാകുവാൻ നീ പ്രിയപ്പെടണം. നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ പ്രിയപ്പെടുന്നു. അടുത്ത വാക്യം. നിന്റെ ന്യായപ്രമാണം എൻ്റെ ഉള്ളിലിരിക്കുന്നു. ഞാൻ മഹാസഭയിൽ അതിനു മുമ്പ് നിന്റെ ഇഷ്ടം ചെയ്യാൻ ഞാൻ പ്രിയപ്പെടുന്നു. എൻ്റെ ദൈവമേ, നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ പ്രിയപ്പെടുന്നു. നിന്റെ ന്യായപ്രമാണം എൻ്റെ ഉള്ളിലിരിക്കുന്നു. ഞാൻ മഹാസഭയിൽ നീതിയെ പ്രസംഗിച്ച് അധരങ്ങൾ ഞാൻ അടക്കിയിട്ടില്ല. ഇതാ ഞാൻ വരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇതാ ഞാൻ വരുന്നു, പുസ്തകച്ചുരുളിൽ എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നു. യേശുക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ഇതാ ഞാൻ വരുന്നു. ദൈവവചനത്തിന്റെ ചുരുളുകളിൽ എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നു. ഞാൻ എന്തിനാ വരുന്നേ? എൻ്റെ കർത്താവിൻ്റെ ഇഷ്ടം മുഴുവനും പൂർത്തിയാക്കുവാൻ ഞാൻ വരുന്നു. ആമേൻ. പ്രൈസ് ഗോഡ്, പ്രൈസ് ഗോഡ്. ഇതാണ് സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന കോവേണി. He was God, He is God, and He will be God. As He came down, He became the incarnated man. അവൻ ദൈവത്തിൻ്റെ വെളിപ്പെട്ട മനുഷ്യരൂപമായി മാറി. 34 വർഷത്തോളം ഭൂമിയിൽ സഞ്ചരിച്ചു.
തിന്ന് കുടിച്ച് ഉറങ്ങി നടന്ന് ഒക്കെ താൻ ഈ ലോകത്തിലായിരുന്നു, വർക്ക് ചെയ്ത് ഈ ലോകത്തിലായിരുന്നു. ദൈവത്തിൻ്റെ ഇഷ്ടം നിവർത്തിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു. ആമേൻ. ആ ദൈവപുത്രനാകാനാ ദൈവം യാക്കോബിനെ വിളിച്ചത്. ആ ദൈവപുത്രനാകാനാ ദൈവം അബ്രാമിനെ വിളിച്ചത്. ആ ദൈവപുത്രനാകാനാ ദൈവം നഥനയേലിനെ വിളിച്ചത്. ആ ദൈവപുത്രനാകാനാ കർത്താവ് എന്നെയും നിന്നെയും വിളിച്ചത്. ആമേൻ.